ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയ നേതാക്കളിൽ ഒരാളായ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഈ വേദനിപ്പിക്കുന്ന വാക്കുകൾ എഴുതി. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ വെറുക്കുന്നത് ഞാൻ ചെയ്യുന്നു. പരിചിതമായി തോന്നുന്നുണ്ടോ? ഇന്ന് ഈ വിഷയത്തിലെ മിക്ക വീഡിയോകളിലും നമ്മൾ പൂർണ്ണമായും ശ്രദ്ധിക്കാത്ത ഒരു ആഴമേറിയ സത്യം പര്യവേഷണം ചെയ്യാൻ പോകുന്നു. കാമത്തോടുള്ള നിങ്ങളുടെ പോരാട്ടം പരാജയത്തിന്റെ അടയാളമായിരിക്കില്ല. പകരം നിങ്ങളുടെ ജീവിതത്തിനായുള്ള ദൈവത്തിന്റെ അതുല്യമായ ഉദ്ദേശത്തിന്റെ അടയാളമാകുന്നത് എന്തുകൊണ്ടാണ്? ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങളുടെ പോരാട്ടം തികച്ചും വ്യത്യസ്തമായ കണ്ണുകളിലൂടെ നിങ്ങൾ കാണും. തിരുവഴുത്തിലുടനീളം നിഷേധിക്കാനാവാത്ത ഒരു മാതൃകയുണ്ട്. അസാധാരണമായ ഉദ്ദേശങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവർ പലപ്പോഴും അസാധാരണമായ പ്രലോഭനങ്ങളെ നേരിട്ടു. ദൈവത്തിന്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള ഒരു പുരുഷനായ ദാവീദ് ബത്ശേബയുമായി കാമത്തിൽ വീണു. ജനതകളെ രക്ഷിക്കാൻ വിധിക്കപ്പെട്ട ജോസഫ് പൊത്തിഫറിന്റെ ഭാര്യയാൽ പരീക്ഷിക്കപ്പെട്ടു. അമാനുഷിക ശക്തിയാൽ വരൻ ലഭിച്ച സാംസൺ ദൈവഹിതത്തിന് പുറത്തുള്ള സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെട്ടു. എന്നാൽ മറ്റ് വീഡിയോകളിൽ അപൂർവമായി പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇതാ. ഇവ വെറും ക്രമരഹിതമായ ധാർമ്മിക പരാജയങ്ങളല്ല. ഇവിടെ ഒരു ആത്മീയ തത്വം പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് നേരിട്ട് ബാധകമായ ഒന്ന്. ദൈവം ഒരാളെ കാര്യമായ സ്വാധീനത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ശത്രു നേരിയ പ്രതിരോധത്തോടെ, മൈൽഡ് റെസിസ്റ്റൻസോടെ പ്രതികരിക്കുന്നില്ല. അവനവരുടെ കഴിവുകളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ദൈവം പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലയെ ശത്രു പിന്തുടരുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളൊരു യുദ്ധം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ക്രമരഹിതമായി ആക്രമിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ എതിരാളിക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്നത് കൃത്യമായി നിങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടോ? കാമത്തോടുള്ള നിങ്ങളുടെ പോരാട്ടത്തിന്റെ തീവ്രതയും നിങ്ങളുടെ ദൈവം നൽകിയ ഉദ്ദേശം ശത്രുവിന്റെ പദ്ധതികൾക്ക് ഉയർത്തുന്ന ഭീഷണിയും ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കാം. ഇപ്പോൾ വിപ്ലവകരമായ ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കട്ടെ. ഈ വിഷയത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റുള്ളവരിൽ നിന്ന് ഈ സന്ദേശത്തെ വേർതിരിക്കുന്ന ഒന്ന് അതാണ്. 2 കൊരിന്ത്യർ 12 പൗലോസിന് തന്റെ ജഡത്തിൽ ഒരു മുള്ള് ലഭിച്ചതായി വെളിപ്പെടുത്തുന്നു. അവൻ എത്ര പ്രാർത്ഥിച്ചാലും മാറാത്ത ഒരു നിരന്തരമായ പോരാട്ടം. അതുകൊണ്ട് ഞാൻ അഹങ്കാരിയാകാതിരിക്കാൻ എൻ്റെ ജഡത്തിൽ ഒരു മുള്ള് എന്നെ പീഡിപ്പിക്കാൻ സാത്താൻ്റെ ഒരു ദൂതൻ തന്നു. അത് നീക്കാൻ ഞാൻ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണത പ്രാപിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഈ മുള്ള് എന്തായിരുന്നുവെന്ന് ബൈബിൾ പണ്ഡിതന്മാർ വാദിച്ചു. ചിലർ ശാരീരിക രോഗമെന്നും മറ്റു ചിലർ ആത്മീയ പ്രലോഭനമെന്നും പറയുന്നു. എന്നാൽ പ്രധാന ഉൾക്കാഴ്ച ഇതാ: ദൈവം അത് നീക്കം ചെയ്തില്ല. പകരം പോരാട്ടത്തിന് തന്നെ ഒരു ദൈവീക ഉദ്ദേശമുണ്ടെന്ന് അവൻ വെളിപ്പെടുത്തി. അത് പൗലോസിനെ വിനയാന്വിതനാക്കി. അത് അവനെ കൃപയിൽ ആശ്രയിച്ചു നിർത്തി. കാമത്തോടുള്ള നിങ്ങളുടെ പോരാട്ടവും അതുതന്നെയായിരിക്കാം. ദൈവം പ്രലോഭനത്തിന് കാരണമാകുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ പോരാട്ടങ്ങൾ പോലും നമ്മെ അവൻ്റെ ഉദ്ദേശത്തിനായി രൂപപ്പെടുത്താൻ അവന് കഴിയുമെന്നതുകൊണ്ടാണ്. ഇത് ദൈവശാസ്ത്രം മാത്രമല്ല, ഇത് പരിവർത്തനാത്മക സത്യമാണ്. ട്രാൻസ്ഫോർമേഷണൽ ട്രൂത്ത്. ചരിത്രത്തിലുടനീളം ഏറ്റവും വലിയ ആത്മീയ സ്വാധീനം ചെലുത്തിയവർ പലപ്പോഴും ഏറ്റവും കഠിനമായ ആന്തരിക പോരാട്ടങ്ങളെ നേരിട്ടു. വിശുദ്ധ അഗസ്റ്റീൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, ബട്ട് നോട്ട് യെറ്റ്. ഇതുവരെ അത് ചെയ്തില്ല എന്ന് പ്രാർത്ഥിച്ചു. ചെറുപ്പത്തിൽ ലൈംഗിക പ്രലോഭനങ്ങളുമായി മല്ലിട്ടപ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. പിന്നീട് അദ്ദേഹം ക്രിസ്തുമതത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ക്രിസ്തീയ ശബ്ദങ്ങളിൽ ഒരാളാകുന്നതിന് മുമ്പ് അദ്ദേഹം സൂ ഓഫ് ലസ്റ്റ്, കാമങ്ങളുടെ മൃഗശാലയോട് പോരാടുന്നതിനെക്കുറിച്ച് C.S. ലൂയിസ് ഒരിക്കൽ സംസാരിച്ചു. ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരെ സേവിക്കുമ്പോൾ മദർ തെരേസ പോലും തീവ്രമായ ആത്മീയ അന്ധകാരത്തിൻ്റെയും സംശയത്തിൻ്റെയും കാലഘട്ടങ്ങൾ അനുഭവിച്ചുവെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ ആത്മീയ മനുഷ്യരെ വ്യത്യസ്തരാക്കിയത് പോരാട്ടത്തിൻ്റെ അഭാവമല്ല, മറിച്ച് അവർ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ലഭിക്കുന്നു. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുന്നത് വെറും തുടക്കം മാത്രമാണ്. ആ വിളിക്ക് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ പ്രധാനം. കാമത്തോടുള്ള നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ ദൈവിക ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ 4 ശക്തമായ പ്രതികരണങ്ങൾ ഇതാ. 1. ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളുടെ രീതി തിരിച്ചറിയുക. പ്രലോഭനം രൂക്ഷമാകുമ്പോൾ എനിക്ക് എന്താണ് കുഴപ്പം എന്ന് മാത്രം ചോദിക്കരുത്. ഇപ്പോൾ ഏത് ഉദ്ദേശമാണ് ആക്രമണത്തിന് വിധേയമാകുന്നത് എന്ന് നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ ലീഡർഷിപ്പിനെയാണോ അറ്റാക്ക് ചെയ്യുന്നത്? അതോ നിങ്ങളുടെ ഭാവി വിവാഹമോ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള നിങ്ങളുടെ കഴിവോ? യാക്കോബ് 1:2-4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മോട് പറയുന്നത്, പല തരത്തിലുള്ള പരീക്ഷണങ്ങളും നേരിടുമ്പോഴെല്ലാം അത് ശുദ്ധമായ സന്തോഷമായി കണക്കാക്കാൻ എന്നാണ്. ഇത് പരീക്ഷണങ്ങൾ സുഖകരമായതുകൊണ്ടല്ല, മറിച്ച് അവ സ്ഥിരോത്സാഹവും ആത്മീയ പക്വതയും വളർത്തിയെടുക്കുന്നതുകൊണ്ടാണ്. 2. ലജ്ജയെ പവിത്രമായ അവബോധമാക്കി മാറ്റുക. ട്രാൻസ്ഫോം ഷെയിം ഇൻടു സീക്രട്ട് അവെയർനെസ്. മിക്ക ഉപദേശങ്ങളും ഇച്ഛാശക്തിയോടെ ലജ്ജയോട് പോരാടാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ആഴത്തിലുള്ള ഒരു സമീപനമുണ്ട്. ദൈവം നിങ്ങളെ ആഴത്തിലുള്ള ആശ്രയത്വത്തിലേക്ക്, ഡിപ്പെൻഡൻസിലേക്ക് ക്ഷണിക്കുന്നതിനായി നിങ്ങളുടെ പോരാട്ടത്തെ നിങ്ങൾ കാണുക. പൗലോസ് തൻ്റെ ബലഹീനത സഹിച്ചില്ല. അവൻ അതിൽ വീമ്പിളക്കി.
ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനാകുന്നത്. എന്തുകൊണ്ട്? കാരണം ബലഹീനത ദൈവത്തിൻ്റെ ശക്തിക്ക് ഇടം സൃഷ്ടിച്ചു. നിങ്ങളുടെ പോരാട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്ന കാര്യമായി മാറും. അവന് ശക്തമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എളിമ വളർത്തിയെടുക്കും. 3. നിങ്ങളുടെ ബലഹീനതയെ ആയുധമാക്കുക. ഇവിടെയാണ് നിങ്ങളുടെ കഥ വളരെ വ്യത്യസ്തമാകുന്നത്. 2 കൊരിന്ത്യർ 1:4 നമ്മളോട് പറയുന്നു, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആശ്വാസത്താൽ ഏത് പ്രശ്നത്തിലുമുള്ളവരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങളുടെ പോരാട്ടം വെറും ഒരു വ്യക്തിപരമായ ഭാരമല്ല, അത് ശുശ്രൂഷയ്ക്കുള്ള പരിശീലനമാണ്. നിങ്ങൾക്ക് പ്രതിസന്ധി നേരിട്ട മേഖലകൾ തന്നെ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന സ്ഥലങ്ങളായി അഥവാ മേഖലകളായി മാറും. 4. കൃപയാൽ പ്രവർത്തിക്കുന്ന ശിക്ഷണം നിങ്ങൾ സ്വീകരിക്കുക. പല പഠിപ്പിക്കലുകളും ശിക്ഷണമില്ലാത്ത കൃപയെ ഊന്നിപ്പറയുന്നു, അല്ലെങ്കിൽ കൃപയില്ലാത്ത ശിക്ഷണത്തെ ഊന്നിപ്പറയുന്നു. എന്നാൽ 1 കൊരിന്ത്യർ 15:10 പൗലോസ് നമുക്ക് സന്തുലിത അവസ്ഥ കാണിച്ചു തരുന്നു. ദൈവകൃപയാൽ ഞാൻ ആയിരിക്കുന്നു. ഞാൻ എല്ലാവരെക്കാളും കൂടുതൽ കഠിനാധ്വാനം ചെയ്തു, എന്നിട്ടും ഞാനല്ല, എന്നോടൊപ്പമുള്ള ദൈവത്തിൻ്റെ കൃപ. ഇച്ഛാശക്തിയിലൂടെ മാത്രം നിങ്ങൾ കാമത്തിനെതിരെ പോരാടുന്നില്ല. നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ, തിരുവെഴുത്ത് ധ്യാനത്തിലൂടെ, മറ്റുള്ളവർക്കുള്ള സേവനത്തിലൂടെ, തന്ത്രപരമായ അതിരുകളിലൂടെ പോരാടുന്നു. കൃപയാൽ നിങ്ങൾ ശക്തിപ്പെടുന്നു. നിങ്ങൾ വീണുപോവുകയും ദൈവസാന്നിധ്യത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുമ്പോൾ അത് പരാജയമല്ല എന്നോർക്കുക. അത് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ സ്ഥിരോത്സാഹമാണ്. അതിനാൽ ഇപ്പോൾ എല്ലാം മാറ്റുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് സ്വീകരിക്കാം. മിക്ക ക്രിസ്ത്യാനികളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നതിൻ്റെ തെളിവായി കാമത്തെ അഥവാ ലസ്റ്റിനെ കാണുന്നു. എന്നാൽ ആത്മീയ യുദ്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ ഉയർന്ന അവബോധം നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നതിൻ്റെ തെളിവാണെങ്കിലോ? റോമർ 8:28-29 വാക്യങ്ങൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെയും അവൻ്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവരുടെയും നന്മയ്ക്കായി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പോരാട്ടങ്ങളിൽ പോലും പ്രവർത്തിക്കുന്നുവെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്നതിൽ കുറഞ്ഞതല്ല. നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ വിധിയെ വഴിതെറ്റിക്കുന്നില്ല. ദൈവം നിങ്ങളെ അതിനായി രൂപപ്പെടുത്തുന്ന രീതിയായിരിക്കാം അത്. ബത്ശേബയുമായി ദാവീദ് വീണപ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. ആ പരാജയം 51-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമായി മാറി. ഇതുവരെ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ മാനസാന്തര പ്രാർത്ഥനകളിൽ ഒന്നാണ് 51-ാം സങ്കീർത്തനം. തലമുറകളായി ദശലക്ഷക്കണക്കിന് ആളുകളെ ആശ്വസിപ്പിച്ച ഒരു ഭാഗം. ഇതിനർത്ഥം നമ്മൾ പാപത്തെ സ്വീകരിക്കുന്നുവെന്നല്ല, എന്നാൽ നമ്മുടെ ബലഹീനതയേക്കാൾ വലിയ വീണ്ടെടുപ്പ് ശക്തിയുള്ള ഒരു ദൈവത്തെ നാം സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം. യഥാർത്ഥ ചോദ്യം നിങ്ങൾ പോരാടുമോ എന്നതല്ല, അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യും എന്നതാണ്. അത് നിങ്ങളെ ലജ്ജയിലേക്ക് നയിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ, അതോ ദൈവകൃപയിലേക്ക് കൂടുതൽ ആഴത്തിൽ നയിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? അതിനാൽ നിങ്ങൾ ഇത് കാണുകയും കാമവുമായി പോരാടുകയും ചെയ്യുകയാണെങ്കിൽ ഇത് വ്യക്തമായി കേൾക്കുക. നിങ്ങളുടെ പോരാട്ടം നിങ്ങളെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് അയോഗ്യരാക്കുന്നില്ല. നിങ്ങൾ അതിനായി തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ തെളിവായിരിക്കാം അത്. ഇനി മറ്റൊരു വീഡിയോയും നിങ്ങളോട് ആവശ്യപ്പെടാത്ത ഒരു കാര്യം ഇതാ. ഈ ആഴ്ച കാമത്തിൽ നിന്നുള്ള മോചനത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുക? ദൈവമേ, ഈ പോരാട്ടത്തിന് പിന്നിലെ ഉദ്ദേശം എനിക്ക് കാണിച്ചു തരൂ. എൻ്റെ കഥയുടെ ഈ ഭാഗം പോലും അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നീ വെളിപ്പെടുത്തുക. അവൻ എന്താണ് വെളിപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ അഭിപ്രായത്തിൽ എഴുതുക. നിങ്ങൾ നയിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ നേടിയ ഒരു ഉൾക്കാഴ്ച കമൻറ്റ് ബോക്സിൽ പങ്കിടുക. ഇത് മറ്റാരെയെങ്കിലും സഹായിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രതീക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.